സമാധാനം സ്ഥാപിക്കാൻ ചർച്ച നടക്കുമ്പോൾ എന്തിന് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചു? ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ എന്തിന് കൊന്നുതള്ളി? പിശാചിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള കുരുതിയായിരുന്നുവോ ആ കൂട്ടക്കൊലപാതകം? അതല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ജനപ്രീതി പിടിച്ചുപറ്റാനുള്ള നീക്കമോ? കഴിഞ്ഞ ഒരു മാസത്തിനിടെ അമേരിക്കയിലും ഇറാനിലും ഇസ്രയേലിലും നടന്ന ചില സംഭവങ്ങൾക്ക് ദുരൂഹമായ ഒരു ബന്ധമുണ്ട്. ഈ കത്തിയമരുന്ന ബാൽ പ്രതിമയ്ക്ക് സെമറ്റിക് മതങ്ങളുടെ ചരിത്രത്താളുകളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും ജൂതരുടെ വിശ്വാസങ്ങളിലും ബാൽ സ്വാധീനം കാണാം. ഒരു കൂട്ടർ പ്രീതിക്കായി പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് ശത്രുവിനോടുള്ള പ്രതികാരം. ബാൽ പ്രതിമയുടെ കത്തിക്കലും എപ്സ്റ്റീൻ ഫയലും ഇറാനിലേക്കുള്ള ആക്രമണവും കുഞ്ഞുങ്ങളുടെ കുരുതിയും തമ്മിൽ എന്ത് ബന്ധം? യുദ്ധം തുടങ്ങാൻ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂൾ തെരഞ്ഞെടുത്തത് മുതലാണ് സംശയങ്ങൾ ഉയരുന്നത്. കൂട്ടി വായിക്കുമ്പോൾ ദുരൂഹതകൾ ഏറെയുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ വാർഷിക ദിനത്തിൽ ഫെബ്രുവരി 11 ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ആസാദി ടവറിന് മുന്നിൽ കൂറ്റൻ റാലി നടന്നു. ഡൊണാൾഡ് ട്രംപിനെതിരെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മുദ്രാവാക്യങ്ങളുമായി പതിനായിരങ്ങൾ. കാളത്തലയുള്ള കൂറ്റൻ ബാൽ രൂപം റാലിക്കിടെ കത്തിച്ചു. ജെഫ്രി എപ്സ്റ്റീൻ ഫയലിൽ ഡൊണാൾഡ് ട്രംപിനെ സൂചിപ്പിക്കുന്ന 666 എന്ന നമ്പറും അമേരിക്കൻ, ഇസ്രയേൽ പതാകകളും ആ തീയിൽ ആളിക്കത്തി. പെൺകുഞ്ഞുങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന പീഡന കഥകളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരുൾപ്പെടെ ചർച്ചയായ ഘട്ടത്തിലാണ് ആധുനിക ബാലായി ട്രംപിനെയും ജൂത കൂട്ടുകെട്ടിനെയും സൂചിപ്പിച്ചുള്ള ഇറാന്റെ നീക്കം നടന്നത്. ആ തീയേക്കാളും വേഗത്തിൽ എപ്സ്റ്റീൻ വിവാദം കത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഫെബ്രുവരി 19 എപ്സ്റ്റീൻ കേസിൽ ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ രാജകുമാരൻ അറസ്റ്റിലായി. ഫെബ്രുവരി 24 മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ജീവനക്കാരോട് പരസ്യമായി മാപ്പ് പറഞ്ഞു. ഫെബ്രുവരി 26 അമേരിക്കൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റൺ കേസിൽ മൊഴി നൽകി. ലോക ഇക്കണോമിക് ഫോറം തലവൻ വോർഹെ ബ്രിന്റെ രാജിവെച്ചു. 27 മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും കേസിൽ മൊഴി നൽകി. ഡൊണാൾഡ് ട്രംപിനെതിരെ മൊഴിയുള്ള ഫയലുകൾ കാണാത്തതിലെ വിവാദം കത്തുന്ന സമയം. ആധുനിക ബാൽ എന്ന് ഇറാൻ വിശേഷിപ്പിച്ച ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടം ലോകത്തിനു മുന്നിൽ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന കാഴ്ചകൾ. പിന്നെ കണ്ടത് സമാധാന ചർച്ചകളെല്ലാം മാറ്റിവെച്ചുള്ള യുദ്ധപ്രഖ്യാപനം. അതിന്റെ ആദ്യ ഇരയായത് ഇറാനിലെ പെൺകുട്ടികൾ. അതൊരു ബാൽപ്രീതിക്ക് വേണ്ടിയുള്ള നടപടിയാണെന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. സെമറ്റിക് ചരിത്രത്താളുകളിൽ കുഞ്ഞുങ്ങളുടെ കുരുതിയിൽ പ്രീതിപ്പെടുന്ന ദേവനായി ബാലിനെ വിശ്വസിക്കുന്നവരുണ്ട്. ജൂതരിൽ അത്തരം വിശ്വാസം ആഴത്തിലുമാണ്. അതേ ബാലിനെ പ്രീതിപ്പെടുത്താൻ ഇസ്രയേൽ നടത്തിയതോ ഇറാനിലെ കൂട്ടക്കുരുതി എന്നാണ് സംശയം. ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കയും ഇറാനും ഇസ്രയേലും തൊടുത്തുവിട്ട മിസൈലുകൾ എല്ലാം ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെയാണ് വന്നുപതിച്ചത്. അങ്ങനെയെങ്കിൽ ഇറാനിലെ സ്കൂളിലേക്ക് തൊടുത്ത മിസൈലുകളും കരുതിക്കുട്ടി ചെയ്തത് തന്നെയാണെന്ന് പറയാം. ഇതിന് പിന്നിൽ അമേരിക്കയില്ലെന്ന് മാർക്കോ റൂബിയോ പറയുമ്പോൾ ജൂതരാഷ്ട്രം തന്നെയാണ് പിന്നിലെന്ന് ഉറപ്പിക്കാം. രാജാവിനെതിരെ അയാളുടെ ജനങ്ങൾ പ്രതിഷേധം തുടങ്ങുമ്പോൾ അയാൾ മറ്റു രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വിഖ്യാതമായ വാക്കുകളാണ്. എപ്സ്റ്റീൻ ഫയൽ വിവാദത്തിൽ മുഖം നഷ്ടപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധക്കൊതി പ്രതിഷേധം അടക്കാനാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് മുന്നിലുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.